ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ കാട്ടാനയാക്രമണം. ഇടമലക്കുടിയിൽ 5 വീടുകൾക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. ദേവികുളത്ത് പടയപ്പ റേഷൻ കട തകർത്തു. ദേശീയപാത ടോൾ പ്ലാസയ്ക്ക് സമീപം നിലയുറപ്പിച്ച ആന ദീർഘനേരം ഗതാഗതം തടസ്സപ്പെടുത്തി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, വിവിധയിടങ്ങളിലെ കാട്ടാനയാക്രമണത്തിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. എവിടങ്ങളിലൊക്കെയാണ് ആക്രമണം ഉണ്ടായത്? ജിൽസി, ഇടമലക്കുടിയിലാണ് ഏറ്റവും പ്രധാനമായും ഏതാണ്ട് 5 വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കാട്ടാന കൂട്ടമെത്തി അവിടെ ഒരു അംഗൻവാടി അടക്കം തകർക്കുകയും അംഗൻവാടിയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ സാഹചര്യങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ്, ഷെഡ്കുടിയിലാണ് ഇന്നലെ രാത്രി കാട്ടാന കൂട്ടമെത്തി ആക്രമണം നടത്തിയത്. 5 വീടുകളോളം ഭാഗികമായി തകർന്നു എന്നുള്ളതാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഷെഡ്കുടി. അവിടെയാണ് കാട്ടാനാക്രമണം ഉണ്ടായിട്ട് വലിയ ദുരന്തം ആ പ്രദേശത്ത് ആളുകൾ കാട്ടാനാക്രമണത്തെ തുടർന്ന് നേരിടുന്നുണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. അതേസമയം പടയപ്പയുടെ ആക്രമണം, മൂന്നാർ ദേവികുളത്ത് പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ലോക്ഹാട്ട് എസ്റ്റേറ്റിന് സമീപത്തെ ഒരു റേഷൻ കട പടയപ്പ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ദേശീയപാതയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം ദീർഘനേരം നിലയുറപ്പിച്ച പടയപ്പ വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കി. പിന്നീട് അവിടെ നിന്ന് മാറി ലോക്ഹാട്ട് എസ്റ്റേറ്റിന് സമീപത്തെ ഈ റേഷൻ കടയിൽ എത്തുകയും അത് തകർക്കുകയുമായിരുന്നു. അവിടുത്തെ ഭക്ഷ്യസാധനങ്ങളടക്കം പടയപ്പ നശിപ്പിച്ചു എന്നും പറയുന്നത്. പടയപ്പ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. വലിയ പ്രതിസന്ധി അവിടുത്തെ മൂന്നാറിലെ ജനങ്ങൾക്കുണ്ടാകുന്നുമുണ്ട്. ഈ ആനകളെ തുരത്താനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന നിരന്തരമായ ആവശ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നതല്ലാതെ വനം വകുപ്പ് അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന പതിവ് പല്ലവി തന്നെയാണ് ഇത്തരം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. ജിൽസി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.